ഈ പെന്തക്കോസ്ത ദിനം പരിശുദ്ധാത്മാവിന്റെ ഒരു കൊടുങ്കാറ്റിന്റെ അഭിഷേകം, വലിയൊരു അഭിഷേകം നമ്മളെല്ലാവരിലും നിറയപ്പെടട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പെന്തക്കോസ്ത ദിനം ഒരു പ്രത്യേക അനുഭവം, ദൈവാത്മാവിന്റെ ഒരു പ്രത്യേക അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അത് ലഭിക്കുവാനിടയായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് എന്ത് കാര്യമാണോ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നത്, അതിനെ മറികടക്കുവാനും അതിജീവിക്കുവാനും വിജയിക്കുവാനുമുള്ള കൃപ ലഭിക്കുകയാണ്. പഠിക്കുന്ന വ്യക്തികൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പ്രസംഗിക്കുവാനും ഈശോയെക്കുറിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലിയിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചില HR ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം മാത്രമല്ല, ജീവിതത്തിൽ അവർക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിക്കും. മാത്രമല്ല, ജീവിതത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങൾ, വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തരണം ചെയ്യുവാൻ വിഷമിക്കുന്ന ആൾക്കാർക്കൊക്കെ സഹായകനായി പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്. ഈശോ പറഞ്ഞത് എന്താണെന്ന് അറിയാം, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകുന്നുവെന്ന് പറഞ്ഞ്, ജഡ്ജിനെ നൽകുന്നുവെന്നല്ല. സഹായകൻ എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, കൂടെ നിന്ന് നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നല്ല ഫ്രണ്ടായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കും. അപ്പൊ ഇന്ന് ഈ പെന്തക്കോസ്ത ദിനം പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിന്റെ ആ സഹായം നമുക്ക് അനുഭവിക്കുവാൻ, കൂടെ നിന്ന് ശക്തിപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ അനുഭവിക്കാൻ ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ. എനിക്ക് ഈ പ്രസംഗം പറയാനും ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ നിന്ന് വിറയ്ക്കുമായിരുന്നു, വേർത്തു കുളിക്കുമായിരുന്നു. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ മിഷൻ ലീഗിന്റെ രൂപതയുടെ ഒരു ഭാരവാഹിയായിരുന്ന സമയത്ത് എനിക്ക് ആൾക്കാരെ മുഖത്ത് നോക്കി ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പരിശുദ്ധാത്മാവ്. അപ്പം അന്ന് മാന്നാർ ഒരു പള്ളിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ട് എനിക്ക് ആൾക്കാരെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഇങ്ങനെ താഴോട്ട് നോക്കി എന്നെ വേർത്ത് കുളിച്ച് നിന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പം ഞാൻ അടുത്ത ഞായറാഴ്ച വേറൊരു അവസരം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോട്ടയത്തുള്ള മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ്, 2004 22 വർഷം മുമ്പ്, അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരും എന്നോടൊന്ന് പറയുകയാണ്, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് ഈശോ നിന്നെ നോക്കി പറയുന്നു, കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. പക്ഷെ അന്ന് ഞാൻ മലപ്പുറത്തിന് പോകാൻ ബസ്സൊക്കെ കയറി ഞങ്ങൾ മുട്ടിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയ സമയത്ത് അങ്ങോട്ടുള്ള ബസ്സിൽ അവിടെ റോഡ് പണി നടക്കുക. അപ്പോൾ കുറേ തടസ്സങ്ങൾ വന്നു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ കേട്ട ശബ്ദം ശരിയല്ല. പള്ളിയിൽ കുർബാനയ്ക്ക് തുടങ്ങേണ്ട സമയമായി. ഒരു വണ്ടിയിലോ ഒന്നുമില്ല, തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ തുടങ്ങുമ്പോൾ ഒരു ജീപ്പ് അതിലെ വന്നപ്പോൾ ആ ചേട്ടൻ മുമ്പോട്ട് പോയ ആ ചേട്ടൻ അവിടെ നിർത്തിയിട്ട് പുറകോട്ട് വണ്ടി എടുത്തിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ കൂടെ പോരുന്നോ, ഞങ്ങൾ മലപ്പുറത്തേക്കാന്ന് പറഞ്ഞു. ഞാനും മലപ്പുറത്തേക്കാ. ഓക്കെ. അങ്ങനെ ആ ചേട്ടൻ എന്നെ മലപ്പുറം പള്ളിയുടെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടു. ഞാൻ പള്ളിയിലോട്ട് ചെല്ലുന്ന സമയത്ത് കുർബാനയൊക്കെ കഴിഞ്ഞായിരുന്നു. കുർബാനയ്ക്കൊന്നും പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ അന്ന് അച്ഛൻ പള്ളിയിലുള്ള പിള്ളേരോടെല്ലാം പറയണം, ഇന്നിവിടെ ഒരാൾ വരുമെന്ന് പറഞ്ഞായിരുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ എന്നെ കാണുകയാണ്. ഈ ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. ഓക്കെ, വന്ന് കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പം അച്ഛൻ ആ മദ്ദോഹയിലോട്ട് തന്നെ കയറി വന്ന് നിന്ന് ക്ലാസ് എടുക്കാൻ പറയുകയാണ്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പുതപ്പ് വന്ന് വീഴുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാവുമായിരുന്നേ. ഞാനന്ന് എല്ലാവരും നോക്കി 3/4 മണിക്കൂർ ക്ലാസ് എടുത്തു. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. ഒരു ഭയവും. അന്ന് എന്റെ ഭയത്തെ ദൈവം എടുത്ത് മാറ്റിയതാണ്, മനുഷ്യനല്ല എടുത്ത് മാറ്റിയത്. മനുഷ്യന്റെ ട്രെയിനിങ്ങിന് അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോൾ ഉണ്ടല്ലോ, 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ സാക്ഷീകരിച്ചു. രക്തസാക്ഷിയായി കർത്താവിനെ വേണ്ടി സാക്ഷിയായി നിൽക്കുവാൻ, ജീവനുള്ള ദൈവത്തിന് സാക്ഷിയായി നിൽക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, സാക്ഷീകരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് ഈ സാക്ഷി ഞാൻ പങ്കുവെക്കുമ്പോൾ ആരൊക്കെ കേൾക്കുവാനിടയായി അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകം ലഭിക്കട്ടെ. ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിലെല്ലാം വിജയം ലഭിക്കുവാനിടയാകട്ടെ. 2 കൊരിന്ത്യർ 2:14 എപ്പോഴും എല്ലാത്തിനും യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വിജയം നൽകുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്തുതി, മഹത്വം. പെന്തക്കോസ്ത ദിനത്തിന്റെ എല്ലാ വിഷസും പ്രയേഴ്സും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് പെന്തക്കോസ്റ്റ്.